CAA നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരംഭിച്ചു. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്? മതത്തിൻ്റെ പേരിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. പത്മജ തിരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ പോകണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. സുരേഷ് ഗോപിക്ക് ആള് കുറവെന്ന് പറയുന്ന ആൾക്കാർക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആളില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എത്ര ഞങ്ങൾക്ക് അതിന് മാൻഡേറ്റ് ഉണ്ട്. അതൊക്കെ അതിപ്പോ മാൻഡേറ്റ് നടപ്പാക്കുന്നത് സർക്കാർ, പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിന് അതായത് പിന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് പൂർത്തീകരിക്കുന്നതെല്ലാം ഇത് മാത്രമല്ലല്ലോ. മോദി എന്തെല്ലാം ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നു? അതല്ല, CAA പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് കൊല്ലെത്രയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നിയമ നടപടികൾ നടക്കുന്നു. ഇപ്പോൾ 1 ഇന്ത്യ 1 ഇലക്ഷൻ വരുന്നു വിചാരിക്കും, അങ്ങനെ പറയുമായിരിക്കും. അതിനു വേണ്ടിയുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അവിടുന്ന് എന്ത് പറഞ്ഞാലും ആദ്യം നടപ്പാക്കുന്നത് കേരളത്തിലാണ്. നിങ്ങൾ എന്താണ് കള്ള പ്രചരണമാണ്. അതന്നെയാണ്. അത് ഈ CAA ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. പിണറായി വിജയൻ പറയട്ടെ, കൊല്ലത്ത് എന്താണ് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കട്ടെ. അതായത് അനധികൃത കുടിയേറ്റക്കാരെ, വിദേശ പൗരന്മാരെ, ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ കഴിയുന്ന ആളുകളെ, അത് തന്നെയാണ് സാർ. അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശികളും അല്ല. ഞാൻ പറയട്ടെ, അല്ലല്ല, CAA നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരംഭിച്ചു. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്? ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല. ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത്? അങ്ങനെ പല രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ CAA കാര്യത്തിൽ ഇപ്പോൾ വലിയ ബഹളം തുടങ്ങിയല്ലോ. എന്താണ്, കേരളത്തിൽ സമരമുണ്ടോ? കേരളത്തിൽ സമരം ചെയ്യാനാണോ LDFും UDFും പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം ചെയ്യട്ടെ, നിങ്ങൾ സമരമായിട്ട് വാ. ജനങ്ങളെ കബളിപ്പിച്ച്, ആളുകളെ വഞ്ചിച്ച്, ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തി വോട്ടിന് വേണ്ടി എന്ത് തരംതാണ വേലയും കാണിക്കുകയാണ് LDFും UDFും. അതാണ് പ്രശ്നം. അല്ലാതെ ഇലക്ട്രൽ ബോണ്ടിനൊക്കെ സുപ്രീം കോടതി ചോദിച്ചാൽ അവിടെ പറഞ്ഞോളും. അതിന് അവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല മതത്തിൻ്റെ പേരിൽ. അതാണ്. അതല്ലെന്ന്, മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഭരണകൂടം അവരെ മുസ്ലിം ആയതുകൊണ്ട് പീഡിപ്പിക്കുന്നില്ല. ഇത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെയുള്ള കേസാണ്. അതായത് മതത്തിൻ്റെ പേരിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. വേറെ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അടിയും സംഘർഷമൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നുമല്ല. മതം മുസ്ലിം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല, അവർ ആട്ടിയോടിക്കപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, അഭയാർത്ഥികളായിട്ട് വരുന്നവർ എന്തിൻ്റെ പേരിലാണ്? മതത്തിൻ്റെ പേരിലാണ്. പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജന കാലത്ത്? അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ വസ്തുത എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ഇത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും കള്ളപ്രചരണമാണ്. മതത്തിൻ്റെ പേരിൽ പെർസിക്യൂഷന് വിധേയമാവുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ്. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ ഒരാളെ കാര്യം മാത്രം പറയില്ല. പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ മുസ്ലിങ്ങൾ അവർ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല. അത് തന്നെയാണ് സത്യം. അല്ല, ഇത് രാഷ്ട്രീയ നേട്ടത്തിനല്ല, ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ്. അതിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഞങ്ങളിതൊന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയറാണ്. ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. കോൺഗ്രസും CPM, ഞാൻ ഇപ്പം ഇവിടെ സുധാകരൻ പറയാണ്, ഞങ്ങളെ IND വന്നാൽ അറബിക്കടലിലെറിയും. അത് രാഹുൽ ഗാന്ധി പറഞ്ഞോ? മധ്യപ്രദേശ് PCC അധ്യക്ഷൻ പറഞ്ഞോ? ബംഗാൾ PCC അധ്യക്ഷൻ പറഞ്ഞോ? UPCC അധ്യക്ഷൻ പറഞ്ഞോ? എന്താ KPCC അധ്യക്ഷൻ മാത്രം പറയുന്നത്? അതൊന്ന് അന്വേഷിക്കുക നിങ്ങൾ. കോൺഗ്രസിൻ്റെ ഏത് നേതാവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? IND വന്നാൽ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ ഏത് നേതാവുണ്ട്? ഒന്നുമില്ല. ഇരട്ടത്താപ്പിൻ്റെ അപ്പോസ്തലനാണ് സുധാകരനും കമ്പനിയും. അതൊക്കെ സുപ്രീം കോടതി ചോദിച്ച കാര്യങ്ങളിൽ സുപ്രീം കോടതി അതൊക്കെ SBI മറുപടി പറയും. BJPക്ക് എന്താണ് തിരിച്ചടി?
അല്ല, തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല. എന്ത് പത്മജയോട് മാത്രം നിങ്ങൾക്കൊരു സംശയം എന്തെങ്കിലും ഉണ്ടോ? പത്മജ എല്ലായിടത്തും ഇല്ലല്ല. ആര് പറഞ്ഞു? പത്മജ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ പോകണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പത്മജ BJPക്ക് കോൺഗ്രസിനെ പോലെ പത്മജ BJPയിൽ അവഗണിക്കപ്പെടില്ല. പത്മജയ്ക്ക് എല്ലാ ആദരവും ബഹുമാനവും എല്ലാ അവസരവും ഞങ്ങൾ നൽകും. അതിലൊരു സംശയം ആർക്കും വേണ്ട. പത്മജ കോൺഗ്രസിൽ ചവിട്ടി മതിക്കപ്പെട്ട പോലെ BJPയിൽ ഉണ്ടാവില്ല. ഷമാ മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ അനുഭവം ഞങ്ങളെ പാർട്ടിയിൽ ഉണ്ടാവില്ല. പുതുതായിട്ട് വന്ന ആരും അങ്ങനെ യാതൊരു വേവലാതിയും വേണ്ട. അല്ല, എല്ലായിടത്തും പത്മജ ഉണ്ട്. അല്ല, അവർക്കൊക്കെ വരാനുള്ള പിന്നെ നോക്കിയിട്ടാണ് ആളുകൾ എടുക്കുന്നത്. എവിടെ സുരേഷ് ഗോപിക്ക് ആള് കുറവെന്ന് പറയുന്ന ആൾക്കാർക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? സുരേഷ് ഗോപിക്ക് അദ്ദേഹം അങ്ങനെയൊന്നുമല്ല പറഞ്ഞില്ല. അദ്ദേഹം ഇതാണ് നിങ്ങളെ ഇത്രയും നീചമായ പ്രവർത്തനം. അദ്ദേഹം പറഞ്ഞത് ആ കോളനിയിൽ കുറച്ചു പേര് വോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അത് CPMന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോളനിയാണ്. ആ കോളനിയിൽ ആളുകൾ കുറച്ചു പേര് വോട്ടർമാരായിട്ട് ചേരാൻ ആളില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? സുരേഷ് ഗോപിക്കുള്ളത്ര ആൾ വേറെ എവിടെയാണ് കേരളം? ഏത് സ്ഥാനാർത്ഥിക്കാണുള്ളത്? എന്താ ഇപ്പൊ കൊടുക്കുന്നില്ലേ? ഏഷ്യാനെറ്റിന് ഇപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊന്നും പറയാൻ പറ്റാതായില്ലേ? ഇനിയിപ്പോ തൃശ്ശൂർ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരി, നിർത്തിക്കോ.